ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജിനെ ബിജെപി യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ ജോലികൾ പുരോഗമിക്കുന്നു. മജിസ്ട്രേറ്റ് അവധിയായതിനാൽ കുന്നംകുളം മോഡൽ കോടതി 2 മാസമായി സ്തംഭനാവസ്ഥയിൽ. പഴഞ്ഞി ചിറ്റൻ താഴത്ത് കൊയ്ത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. തൈലം തേച്ച് കുളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. പഴഞ്ഞി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം പ്രശസ്ത എഴുത്തുകാരൻ ആലങ്കോട് ലീല കൃഷ്ണൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജിനെ ബിജെപി യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിലെ APL BPL ലിസ്റ്റിലെ പരാതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി യുവമോർച്ച പ്രവർത്തകർ പഞ്ചായത്ത് ഉപരോധിച്ചു. APL BPL മുൻഗണനാ ലിസ്റ്റ് സംബന്ധിച്ച് ഗ്രാമസഭ വിളിക്കുന്നതിന് പകരം 5 ഓഡിറ്റോറിയങ്ങൾ എടുത്ത് ഒരേ സമയത്ത് തന്നെ യോഗം ചേരുന്ന ഒരു പ്രക്രിയയാണ് പഞ്ചായത്തിലുണ്ടായത്. ഈ സ്ഥലങ്ങളിലെല്ലാം പ്രസിഡന്റോ സെക്രട്ടറിയോ വാർഡ് മെമ്പറോ പോലും പല സ്ഥലങ്ങളിലും മീറ്റിങ്ങുകൾക്ക് എത്തിയതുമില്ല. ഏത് ലിസ്റ്റിൽപ്പെട്ടവരാണ് എന്നറിയാൻ പോലും സാധാരണക്കാർക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. കരട് ലിസ്റ്റ് കിട്ടുന്നതിനായി പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തിരിച്ചയക്കുകയാണ് പതിവ്. യുവമോർച്ച ജില്ലാ സെക്രട്ടറി PJ ജെബിൻ ആരോപിച്ചു. BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കൂനത്ത്, BJP നേതാക്കളായ തോംസൺ TB, ബാലൻ കരിയാമ്പ്ര, പ്രവീൺ TD, സതീശൻ അരുവായി, സുധാകരൻ പെങ്ങാമുക്ക്, അജിത് കുമാർ രാമപുരം എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. അടുത്ത ദിവസം തന്നെ ജനകീയ അദാലത്ത് സംഘടിപ്പിച്ച് മുഴുവൻ ആളുകളുടെയും പരാതികൾ സ്വീകരിച്ച് ജില്ലാ കലക്ടർക്ക് കൈമാറുമെന്നും യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു. ഇവിടെ പാവപ്പെട്ടവനാണ് അർഹതപ്പെട്ടവന് കിട്ടണം, അർഹത ഇല്ലാത്തവർക്ക് വേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള നിങ്ങൾ എല്ലാവിധ ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും ഇതായിട്ടല്ല നിങ്ങൾ റേഷൻ കാർഡിന്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തത് അല്ലെ? എല്ലാവിധ കാര്യങ്ങളായിട്ട് പിന്നെ എന്തുകൊണ്ട് കാട്ടയാമ്പ ഗ്രാമപഞ്ചായത്തിലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം തയ്യാറാക്കിയുള്ള കരട് മുൻഗണനാ ലിസ്റ്റ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് പ്രദേശത്ത് ഞാൻ പറയണ പേരെടുത്ത് 2 വണ്ടിയുള്ള ആൾക്കാർ, 2 വലിയ പേജീറുള്ള ആൾക്കാർക്കടക്കം ഞാൻ BPL വന്ന് ഞാൻ പറയണ അല്ല APL വന്ന് ഞാൻ BPL വന്ന് ഞാൻ പറയണ വലിയ വലിയ മുതലാളിമാരെ 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടുള്ള ആൾക്കാർ BPL വന്ന് ഞാൻ പറയണ. ബാക്കി ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സും 3 പ്രാവശ്യമാണ് ഈ റേഷൻ കാർഡിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്കൂളിലേക്ക് വിളിപ്പിച്ചാറുണ്ട്. ആ ഡോക്യുമെന്റ്സ് കൊണ്ടാ ഈ ഡോക്യുമെന്റ്സ് കൊണ്ടാ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഇതുണ്ടാക്കിയിട്ടുള്ളത്? APL BPL ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഈ പഞ്ചായത്തിനോട് ഇത് ബന്ധപ്പെട്ട അതിന്റെ ഫോർമാലിറ്റി എന്താ? സാധാരണ നിങ്ങൾ ഗ്രാമസഭകൾ കൂടുന്ന സമയത്ത് എല്ലാ വീടുകളിലും നോട്ടീസ് ഇട്ടിട്ടാണ് നിങ്ങൾ ഗ്രാമസഭകൾ കൂടാറ്. ഈ ഗ്രാമസഭ നിങ്ങൾ 2 ദിവസം റേഷൻ കടയിൽ ഒരാൾ ചെന്നിട്ടില്ലെങ്കിൽ അയാൾ ആ ഗ്രാമസഭയിൽ വരില്ല. അയാൾ പാവം APL ആണോ BPL ആണോ ഏതാണോ അയാൾക്ക് അറിയണില്ല. ഈ 3-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ലാസ്റ്റ് ഇത് കൊടുക്കാൻ പറയണു. അയാൾ എങ്ങനെയാ അറിയണേ? ഗ്രാമസഭ വിളിക്കേണ്ട മാനദണ്ഡം അതാണോ? മാഷക്ക് അറിയാവുന്നതാണല്ലോ, മാഷ ചെയ്യാവുന്നതല്ലേ? മാഷ് തന്നെയാണ് ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ വാർഡുകളിൽ ചെയ്യാറുള്ളത്. അങ്ങനെയാണോ സാധാരണ ഗ്രാമസഭകൾ വിളിക്കുക? ഇതുപോലെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യമാണത്. ഈ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ഇത് ചെയ്യുന്ന കാര്യമാണത്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ 4 റേഷൻ കടയിൽ 4 നോട്ടീസ് കൊണ്ടുവച്ച് നിങ്ങൾ ഗ്രാമസഭകൾ നടത്തി ആ ലിസ്റ്റ് അംഗീകരിച്ചു, കാര്യം കഴിഞ്ഞു. ഇതാണ് നിങ്ങളത്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പാർട്ടിക്കാരെയും പണക്കാരെയും BPL ലിസ്റ്റിൽ തള്ളിക്കയറ്റി വിധവങ്ങളെയും കൂരയില്ലാത്തവരെയും APL ലിസ്റ്റാക്കി മാറ്റിയെന്നും പഞ്ചായത്തിലെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രകാരം APL BPL ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിലെ അപകടത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇന്ന്
പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് കണ്ടു കാണും, പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച APL BPL ലിസ്റ്റിന് മുൻഗണന പ്രകാരം മീറ്റിംഗ് വെച്ചതാണ് ജനങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നോക്കി തന്നെ അറിയാം, 4 സ്ഥലങ്ങളിൽ ഒരേ സമയത്തും മറ്റുള്ള 4 സ്ഥലങ്ങളിൽ വേറെ സമയത്തും മീറ്റിംഗ് വെച്ചിരിക്കുന്നു. പങ്കെടുക്കേണ്ടത് പ്രസിഡന്റും സെക്രട്ടറിയും. ഈ 4 സ്ഥലങ്ങളിൽ ഒരേ സ്ഥലത്ത് വെച്ചാൽ എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും? ജനങ്ങൾ വീടുകളാണോ? അതേപോലെ തന്നെ ഇത് കൊടുക്കേണ്ടത് എല്ലാ വീടുകളിലും എത്തിക്കണം. സാധാരണക്കാരനെ അറിയണം ഞങ്ങൾ BPL ആണോ അത് APL ആണോ. പണക്കാർ മുഴുവൻ BPL-ഉം പാവങ്ങൾ APL-ഉം ആണ് നമ്മൾ ഇത്ര വർഷം കണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അരി കിട്ടാത്ത കാരണമുണ്ട്. സുരക്ഷാ നിയമം കൃത്യമായി പാലിക്കുക എന്ന അജണ്ട മുൻനിർത്തിയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമയമില്ല ഇവർക്കൊന്നും ചെയ്യാൻ. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കേന്ദ്ര സഹായമുള്ള അരികൾ അവർ ഏറ്റുവാങ്ങുന്നു. നമ്മളോ 50 രൂപയ്ക്ക് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു, ജയരിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജയരിക്ക് 50 രൂപ, മട്ടരിക്ക് 50 രൂപ. ഇത് കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് അടുത്ത വർഷം പറയുന്നു കോൺഗ്രസ് ആണെന്ന്, അടുത്ത വർഷം പറയുന്നു. ആരാണ് ഇതിന്റെ പിന്നില്? BJP ആരോപിക്കുന്നു, ശക്തമായി തന്നെ പറയുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം കേന്ദ്രത്തിന്റെ പാലിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം 16-നും 18-നും 26-നും ഒക്കെ നല്ല നല്ല അരികൾ കിട്ടുമ്പോൾ നമ്മൾ മാത്രം 50 രൂപയ്ക്ക് അരിക്ക് വേണ്ടിയിട്ട് കടകളിൽ പോകുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ തെണ്ടിത്തരം ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്നത്, പഞ്ചായത്ത് സെക്രട്ടറി കാട്ടുന്നത്. ഇതിനെ BJP-യുടെ ശക്തമായ സമരം ഇപ്പം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വരും ദിവസങ്ങളിൽ മുഴുവൻ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന് ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് BJP-യുടെ പേരിൽ ഞങ്ങൾ കാട്ടമഞ്ചയത്തിന്റെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. വന്ദേ മാതരം. പോലും ഇല്ലാത്ത പാവങ്ങളെ വഞ്ചിച്ച് BPL-ൽ പേരൊഴിവാക്കിയ പാവങ്ങളെ പട്ടിണിക്കിടുന്ന ആണും പെണ്ണും കെട്ടവനായ പഞ്ചായത്ത് സെക്രട്ടറി കേട്ടോളൂ. നിങ്ങൾ ഇനിയും അഴിമതി തുടർന്നാൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. ആരാ പറയുന്നറിയാമോ? BJP-യാ പറയുന്നേ. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ? BPL ലിസ്റ്റ് അട്ടിമറിച്ച CPM-ന് വിടുപണി ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി മോരാജി രാജിവെക്കൂ, പുറത്തു പോകൂ. ജയ് BJP. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കടവല്ലൂർ കോട്ടോൽപ്പാടം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം MP ശ്രീ PK ബിജു നിർവഹിച്ചു. ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി UP ശോഭന അധ്യക്ഷയായിരുന്നു. ആലത്തൂർ MP-യായ PK ബിജുവിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഭൂജല വകുപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KE സുധീർ സ്വാഗതവും വാർഡ് മെമ്പർ ശ്രീമതി ഷീലാകുമാരി നന്ദിയും രേഖപ്പെടുത്തി. ഭൂജല വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ പ്രേംലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ശ്രീ അഷ്റഫ് TK, ശ്രീമതി നിജിമോൾ TK, ശ്രീമതി സജിത TS, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ മനോജ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ചെയർപേഴ്സൺ നിജിമോൾ, വത്സല മെമ്പർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭ ടീച്ചർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, വാർഡ് മെമ്പർ ഷീലാകുമാരി, മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി സജിത TS-നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രഭ ടീച്ചറെ ക്ഷണിക്കുന്നു. റിപ്പോർട്ട് വായിക്കുകയാണ് എൻ്റെ കടമ. 2016-17 ബഹുമാനപ്പെട്ട ആലത്തൂർ MP ശ്രീ PK ബിജു അവരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ലക്ഷം രൂപയായതിനാൽ 6.45 ലക്ഷം രൂപയുടെ ഭരണാനുമതി 9/12/2016 നൽകുകയുണ്ടായി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ രാജേന്ദ്രൻ, മറ്റു വേദിയിലും സദസ്യമുള്ളവരും സഹോദരന്മാർ, ജില്ലാ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. അവർ പറഞ്ഞു 5 ലക്ഷം കൊണ്ട് തീരില്ല, കാരണം കുറെ വീടുകൾ കൂടി പൈപ്പ് വലിക്കണമെങ്കിൽ അഡീഷണൽ 1,40,000 കൂടി തരണം.
അപ്പം അവർ നൽകിയിട്ട് റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ച് 1,40,40,000 കൂടി കൊടുത്ത് 6,40,40,000 രൂപയാണ് ആകെ ഈ പദ്ധതിക്ക് ചെലവിൽ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാമത്തെ പദ്ധതിയാണ് ഇപ്പം നാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പം മഴ പൂർണ്ണമായും പെയ്താൽ തന്നെ നമുക്ക് കുടിവെള്ളക്ഷാമം, പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ കടുത്ത ക്ഷാമം നാം അനുഭവിക്കാറുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളാണ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. കാക്കിയും കിളിയും കാഷ്ടിച്ച വെള്ളം എന്തിനാ നമ്മുടെ കിണറ്റിലേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ച ആളുകൾ പോലും നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന്. ഓരോ പ്രദേശത്തും നമ്മുടെ കുടുംബശ്രീകാരൊക്കെ ചെന്ന് പറയുമ്പോൾ ഓട്ടുംപുറത്തും അതുപോലെ തന്നെ വാർപ്പിന്റെ മുകളിലും കാക്കയും കിളിയും കഷ്ടിച്ച വെള്ളം നമ്മൾ കുടിക്കേണ്ട കിണറ്റിലേക്ക് എത്തിക്കണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആളുകൾ അവരെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള കുറവിന്റെ ഭാഗമായി കൊണ്ട് അത് നടക്കാതെ പോയി. അതുകൂടി നല്ല രീതിയിൽ എത്തിച്ചുകൊണ്ട് നമ്മൾ കിണർ റീചാർജ് ചെയ്യേണ്ടതുണ്ട്. എത്ര കോഴൽക്കിണർ അടിച്ചാൽ പോരല്ലോ, നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം ലഭിക്കണ്ടേ? ആ വെള്ളം ലഭിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് ഭൂമിയിലേക്ക് നമ്മൾ പെയ്തു വീഴുന്ന മഴവെള്ളം ഇറക്കി വിടാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതിനാവശ്യമായ സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിനാവശ്യമായ രീതിയിൽ കുഴൽക്കിണറുകൾ കുഴിക്കുക, മറ്റേ മഴവെള്ള സംഭരണികൾ നമ്മൾ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ഓരോ വീടിന്റെയും മുകളിൽ പെയ്യുന്ന വെള്ളം അതാത് നമ്മുടെ കിണറിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ല, പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ ജോലികൾ പുരോഗമിക്കുന്നു. തൃത്താല പാവറട്ടി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജോലികൾ പുരോഗമിക്കുന്നു. ജോലികൾക്ക് ഒരു JCB മാത്രമേ ഉള്ളൂ എന്നതും തൊഴിലാളികളുടെ എണ്ണം കുറവാണ് എന്നതും പദ്ധതി പൂർത്തീകരിക്കാൻ ഇനിയും ദീർഘനാളത്തെ കാത്തിരിപ്പ് വേണ്ടിവരുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടാകാൻ കാരണമായിട്ടുണ്ട്. പണി ഇതുപോലെ തുടർന്നാൽ ഈ വർഷവും ഈ പദ്ധതി പ്രകാരമുള്ള ജലസേചനം ലഭിക്കില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. മണ്ണ് റോഡിൽ നിന്നും മാറ്റിയിടാത്തതിനാൽ ഇവിടെ വാഹനങ്ങൾ താഴുന്നത് പതിവാണ്. ഇത് വാഹന ഗതാഗതത്തിന്റെ കുരുക്കിനും കാരണമാകുന്നു. മണ്ണ് വേഗം മാറ്റുകയും തൊഴിലാളികളുടെയും JCBകളുടെയും എണ്ണം കൂട്ടുകയും വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മജിസ്ട്രേറ്റ് അവധിയായതിനാൽ കുന്നംകുളം മോഡൽ കോടതി 2 മാസമായി സ്തംഭനാവസ്ഥയിൽ. ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രവർത്തനം 2 മാസമായി സ്തംഭനത്തിൽ. വനിതാ മജിസ്ട്രേറ്റ് അവധിയായത് കാരണം കേസുകളുടെ വിചാരണകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ ചാവക്കാട് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നു. ചാവക്കാട് മജിസ്ട്രേറ്റ് അവധിയായാൽ പോലീസ് പ്രതികളെയും കൊണ്ട് ചാവക്കാട് കോടതി പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. കുന്നംകുളം കോടതിയെ കഴിഞ്ഞ വർഷമാണ് ഹൈക്കോടതി മോഡൽ കോടതിയായി ഉയർത്തി പ്രഖ്യാപനം നടത്തിയത്. മോഡൽ കോടതി ഒരിക്കലും സ്തംഭിക്കാൻ പാടില്ല. മജിസ്ട്രേറ്റ് അവധിയായാൽ ഉടൻ തന്നെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് കീഴ്വഴക്കം. കുന്നംകുളം മജിസ്ട്രേറ്റ് ആരോഗ്യ സംബന്ധമായ ചികിത്സാർത്ഥം ഈ മാസം 18 വരെയാണ് അവധിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഇത്രയും കാലത്തെ നീണ്ട അവധിയിൽ കോടതി പ്രവർത്തിക്കാൻ ആവശ്യമായ ബദൽ സംവിധാനം മേൽക്കോടതികളിൽ നീതിന്യായ വകുപ്പും ചേർന്ന് സംയുക്തമായി സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ മോഡൽ കോടതിയായി പ്രഖ്യാപിച്ച് ഹൈക്കോടതിയും നീതിന്യായ വകുപ്പും ഇതുവരെയും ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. ഇത് കാരണം 100 കണക്കിന് കേസുകളാണ് കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. അധികൃതരുടെ അവഗണന കാരണം ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കോടതി പ്രവർത്തിക്കാത്ത കാരണം കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുന്നവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി വിചാരണയിലൂടെ കുറ്റവിമുക്തനാവാൻ പറ്റാത്ത സ്ഥിതിയും ഇന്ന് നിലനിൽക്കുന്നു. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കേക്കാട്, പേരാമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെ ഹാജരാക്കേണ്ടത് കുന്നംകുളം കോടതിയിലാണ്. അടുത്ത ദിവസങ്ങളിൽ കുന്നംകുളത്തുണ്ടായ കൊലക്കേസുകളിലെ പ്രതികളെ പോലീസ് ചാവക്കാട് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് ഹാജരാക്കിയത്.
പ്രതികൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകരും കോടതികളിലേക്ക് കൂടെ പോകണം. കുന്നംകുളത്ത് കോടതി അടഞ്ഞുകിടക്കുന്നത് കാരണം അഭിഭാഷകർക്കും ജോലി കുറഞ്ഞിരിക്കുകയാണ്. കുന്നംകുളം കോടതിയിൽ മാത്രം കേസ് വാദിക്കുന്നവർ സുഖമായി വീട്ടിലിരിക്കുകയുമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. പഴഞ്ഞി ചിറ്റൻതാഴത്ത് കൊയ്ത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പഴഞ്ഞി ചിറ്റംപാടം കൊയ്ത്തിന് തയ്യാറായി. ഈ വർഷം ഏകദേശം 1 മാസം മുൻപാണ് കൊയ്ത്ത് നടക്കുക. കഴിഞ്ഞ മഴക്കാലത്ത് വേണ്ടത്ര മഴ പെയ്യാത്തതിനാൽ ജലക്ഷാമം ഉണ്ടാകും എന്ന് കരുതി ഇത്തവണ വളരെ നേരത്തെ കർഷകർ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഏകദേശം ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനാലാണ് ഇപ്പോൾ വിളവെടുപ്പിന് തയ്യാറായത്. യാതൊരു തരത്തിലുള്ള ജലസേചന പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്നും നല്ല വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും കർഷകർ പറഞ്ഞു. തൈലം തേച്ച് കുളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. അലർജി രോഗത്തിന് ചികിത്സ നടത്തുന്ന യുവാവ് തൈലം തേച്ച് കുളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. മരത്തങ്കോട് AKG നഗർ നമ്പിയത്ത് വീട്ടിൽ മോഹനൻ നായർ മകൻ ഗിരീഷ് നായരാണ് മരിച്ചത്. തൈലം ദേഹത്ത് തേച്ച് കുളിച്ചതിനു ശേഷം ഇയാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. പാചക വിദഗ്ധനായ ഗിരീഷിന് വർഷങ്ങളായി അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. നിരവധി മരുന്നുകൾ കുടിച്ചതിനു ശേഷമാണ് തൈലം തേച്ചുള്ള ചികിത്സ പരീക്ഷിച്ചത്. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പഴഞ്ഞി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം പ്രശസ്ത എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ പള്ളിയുടെ കീഴിലുള്ള സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PJ അർജുനൻ അധ്യക്ഷത വഹിച്ചു. മാർത്തോമ പള്ളി വികാരി റവറൻ S. ജോർജ്, പ്രിൻസിപ്പാൾ മേഴ്സി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ആംഗലേയ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു തരത്തിലുള്ള ജോലിയായാലും സാമൂഹ്യ പ്രവർത്തനമായാലും മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട ഒരവസ്ഥ വന്നാലും തീർച്ചയായും നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ജീവിത കാലഘട്ടത്തിൽ. എന്നിരുന്നാലും മാതൃഭാഷ മലയാളമാണ്. മാതൃഭാഷയെ മറക്കാതിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. അലീന ബോബി, ആഗ്നസ് ടി എബ്രഹാം, അശ്വിൻ പി ജി, ലിഗ്ന പി ഡി തേർഡ്, ഷാൻ തേർഡ്, മലയാളം റൈം ഗ്രേസ് പി സിജോ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് ഫസ്റ്റ് പ്രൈസ് സ്റ്റാനി പീറ്ററിൻ, തേർഡ് പ്രൈസ് 2 പേർക്കുണ്ട്, അന്ന എ വി ആൻഡ് ആര്യ എം എ. വിപണി അടയ്ക്ക പഴയത് 4200 രൂപ മുതൽ 4680 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4350 രൂപ വരെ, രണ്ടാം തരം 2500 രൂപ മുതൽ 3150 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജിനെ BJP യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ ജോലികൾ പുരോഗമിക്കുന്നു. മജിസ്ട്രേറ്റ് അവധിയായതിനാൽ കുന്നംകുളം മോഡൽ കോടതി 2 മാസമായി സ്തംഭനാവസ്ഥയിൽ. പഴഞ്ഞി ചിറ്റൻ താഴത്ത് കൊയ്ത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. തൈലം തേച്ച് കുളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. പഴഞ്ഞി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം പ്രശസ്ത എഴുത്തുകാരൻ ആലങ്കോട് ലീല കൃഷ്ണൻ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.